വെൽക്കം. റഹ്മാനാണ്. റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഇറ്റ്സ് റെഗുലേഷൻ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് മെൻസ്ട്രൽ സൈക്കിൾ. സോ ഇതാണ് നമ്മൾ പറയാം. സോ രണ്ട് കാര്യങ്ങൾ പറയണം. ആദ്യം നമുക്കപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾ എന്താണെന്ന് പറയണം, ഇവന്റ്സ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ പറയണം. രണ്ടാമത്തത് ഹൗ ഇറ്റ് ഈസ് റെഗുലേറ്റഡ്, വാട്ട് ആർ ദ ഹോർമോൺസ് വിച്ച് റെഗുലേറ്റ് ദിസ് സൈക്കിൾ. സോ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്നും നമുക്ക് പറയാം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ പറയാം. സോ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞാലും ആക്ച്വലി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്ന് പറഞ്ഞാലും സാധാരണ രീതിയിൽ ഒന്ന് തന്നെയാണ്. മലയാളത്തിൽ നമ്മളവയെ ആർത്തവ ചക്രം എന്നാണ് പറയാം, ആർത്തവ ചക്രം. സോ ഇതാണ് നമ്മൾ പറയാം, ആർത്തവ ചക്രത്തെ കുറിച്ചിട്ടാണ് പറയാം. ഗർഭിണിയല്ലാത്ത റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളിൽ അവരുടെ ഓവറീസിലും യൂട്ടറസിലും, സോ ഓവറീസിലും യൂട്ടറസിലും ഇവിടെ രണ്ടാണ് പ്രധാനം. സൈക്ലിക് ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്ലിക് എന്ന് വെച്ചാൽ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള തുടർച്ചയായിട്ട് നടക്കുന്ന ചില മാറ്റങ്ങൾ വരുന്നുണ്ട്. സോ സൈക്ലിക് ചേഞ്ചസ് ഇൻ ഓവറീസ് ആൻഡ് യൂട്ടർ. ഓവറീസിൽ നടക്കുന്ന ഈ സൈക്ലിക് ചേഞ്ചസിനെ നമ്മൾ ഒവേറിയൻ സൈക്കിൾ എന്നാണ് പറയാ, ഒവേറിയൻ സൈക്കിൾ എന്ന് പറയും. ആൻഡ് യൂട്ടറസിൽ നടക്കുന്ന ഈ സൈക്ലിക് ചേഞ്ചസിനെ നമ്മൾ യൂട്ടറൈൻ സൈക്കിൾ ഓർ മെൻസ്ട്രൽ സൈക്കിൾ എന്നും നമ്മൾ പറയും. സോ അപ്പൊ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആണെങ്കിൽ, വി ആർ വെരി സ്ട്രിക്റ്റ്, മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടറസിൽ നടക്കുന്നതാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ നമ്മൾ എക്സാമിന് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ്, യൂട്രസിൽ നടക്കുന്നതും നമുക്ക് എഴുതണം, ഓവറീസിൽ നടക്കുന്നതും നമുക്ക് എഴുതാം. പ്ലസ് അഡീഷണൽ ഇത്രയും മാത്രം പോരാ, കുറച്ചും കൂടി വാട്ട് ഹാപ്പൻസ് ഇൻ ദി സെർവിക്സിൽ നടക്കുന്നത് എന്താണ്, ദെൻ വജൈനയിൽ നടക്കുന്ന ചേഞ്ചസ്, വജൈനൽ ചേഞ്ചസ്. സോ ഇതും കൂടി എഴുതണം. പക്ഷെ പ്രധാനമായിട്ടും ടു ഇവന്റ്സ്, വൺ ഈസ് ഇൻ ദ ഓവറീസ് ആൻഡ് സെക്കൻഡ് ഈസ് ഇൻ ദ യൂട്രസ്. ഇത് രണ്ടുമാണ് നമ്മൾ കൂടുതലായിട്ട് പറയാം. നടക്കുന്നത് രണ്ട് ഓർഗനിലാണെങ്കിലും, ഒന്ന് യൂട്രസിലാണ്, ഒന്ന് ഇവിടെയുള്ള ഓവറീസ്, അത് വലുതാക്കി വെച്ചിരിക്കും. സോ ഇത് രണ്ടിലാണെങ്കിലും ദേ ആർ ഹൈലി ഇന്റർ കണക്റ്റഡ് ആണ്. ഓവറിയിൽ നടക്കുന്നതിന്റെ മാറ്റങ്ങളാണ് ആക്ച്വലി യൂട്രസിൽ നടക്കുന്നത്. സോ നമുക്ക് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്താണ് എന്ന് നോക്കാം. സോ ഞാനിവിടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്ന് കൂടി പറയാണ്. സോ നമുക്ക് ആദ്യം ഇതിനെ ഡിഫൈൻ ചെയ്യാം. മെൻസ്ട്രൽ സൈക്കിൾ ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് സൈക്ലിക്കൽ ഇവന്റ്സ് എന്ന് എഴുതാം. ഫസ്റ്റ് വേർഡ് ഈസ് സൈക്ലിക്കൽ ഇവന്റ്. ഓക്കെ, രണ്ടാമത്തത് സൈക്ലിക്കൽ ആയിട്ടാണ് നടക്കുന്നത്. ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ എ rhythmic ഫാഷനിലാണ് നടക്കുക. സൈക്ലിക്കൽ ഇവന്റ്സ് മിക്കവാറും അങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുക. എപ്പോഴാണ് നടക്കുക? മൂന്നാമത്തത് ഡ്യൂറിംഗ് ദ റീപ്രൊഡക്റ്റീവ് പീരീഡ് ഓഫ് സ്ത്രീകളിൽ മാത്രമാണ്, ഫീമെയിൽ. ഓക്കെ, ഇതാണ് മെൻസ്ട്രൽ സൈക്കിൾ ഓർ സൈക്ലിക്കൽ ഇവന്റ്സ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ എ rhythmic fashion ഡ്യൂറിംഗ് ദ റീപ്രൊഡക്റ്റീവ് പീരീഡ് ഓഫ് ഫീമെയിൽ. ഓർഗൻസ് കൂടി നമുക്ക് എഴുതാം, ഇൻ യൂട്ടറസ്, ഓവറി, ഓൾസോ ഇൻ സെർവിക്സ് ആൻഡ് വജൈന. ഇത്രയും കൂടി എഴുതിയാൽ പക്ക, ഇത്ര മതി. ഇത് ഓരോ 28 ദിവസവും ഇടവിട്ടാണ് നടക്കുക. 28 days സൈക്കിൾ എന്നാണ് നമ്മൾ പറയാം, സാധാരണ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദിവസങ്ങളുടെയൊക്കെ വ്യത്യാസമുണ്ട്. എങ്കിലും നമുക്ക് ഒരു 20 മുതൽ 40 ദിവസം വരെ ഉള്ളതാണെങ്കിൽ, സൈക്ലിക്കലാണെങ്കിൽ നമ്മൾ അവയെ നോർമലാക്കി കണക്കാക്കുക. സോ ദിസ് ഈസ് സംവാട്ട് നോർമൽ. സാധാരണ മെൻസ്ട്രൽ സൈക്കിൾ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്, അതിനെ നമ്മൾ മെനാർക്ക് എന്നാണ് വിളിക്കുക, മെനാർക്ക്. സോ മെനാർക്ക് ഈസ് ദ ഫസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ. ആദ്യത്തെ മെൻസ്ട്രൽ സൈക്കിൾ ആണ് ആദ്യമായിട്ട് മെൻസാവുന്നതിനെ നമ്മൾ മെനാർക്ക് എന്ന് പറയും. അതൊരു 10 വയസ്സിനും 15 വയസ്സിനും ഒക്കെ ഇടയിലാണ്, ചിലപ്പോൾ അതിൽ താഴത്തേക്കൊക്കെ വരാം. ആൻഡ് 50 വയസ്സാകുമ്പോഴത്തേക്കും അറൌണ്ട് 50 പ്ലസ് ഓർ മൈനസ് 5 കൂട്ടാം. ഈ ആർത്തവ ചക്രം അങ്ങ് നിലയ്ക്കും. ഓക്കെ, സോ അതിനെ നമ്മൾ മെനോപോസ് എന്നാണ്, മെനോപോസ്, മെൻസസ് നിന്നു മെനോപോസ്. സോ ഇറ്റ് ഈസ് പെർമനന്റ് സെസേഷൻ. പെർമനന്റ് ആയിട്ട് നിൽക്കുന്നതിനെ നമ്മൾ മെനോപോസ് എന്ന് വിളിക്കും. സോ സ്റ്റാർട്ടിങ് ഫസ്റ്റ് മെൻസസ്, അതിനെ മെനാർക്ക് എന്ന് വിളിക്കും. സോ മെനാർക്കിനും മെനോപോസിനും ഇടയിൽ നടക്കുന്നതാണ് മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ. നമുക്ക് ഈ മെൻസ്ട്രൽ സൈക്കിൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് 4 phases ആയിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. 4 phases. പല രീതിയിലും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്, പല ബുക്കിലും പല രീതിയിലാണ്. പക്ഷെ ഐ തിങ്ക് ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഈസി, എനിക്ക് തോന്നുന്നതാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ അതിനെ മെൻസ്ട്രൽ ഫേസ് എന്ന് വിളിക്കാം. ഫസ്റ്റ് ഫേസ് ഈസ് മെൻസ്ട്രൽ ഫേസ്, അതാണ് ആദ്യത്തെ. രണ്ടാമത്തത് പ്രീ ഓവുലേറ്ററി ഫേസ്. മൂന്നാമത്തെ അപ്പോൾ ഓവുലേഷൻ ആണ്. പ്രീ ഓവുലേഷൻ കഴിഞ്ഞാൽ പിന്നെ ഓവുലേഷൻ ആയിരിക്കും. ഓവുലേഷൻ കഴിഞ്ഞാൽ പിന്നെ പോസ്റ്റ് ഓവുലേറ്ററി ആണ്. സോ പഠിക്കാനും എളുപ്പമാണ്. പോസ്റ്റ് ഓവുലേറ്ററി ഫേസ്. ഇങ്ങനെ 4 phase ആയിട്ട് നടക്കാം. അപ്പൊ നമ്മൾ മെൻസ്ട്രൽ ഫേസ് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ സമയത്ത് ഓവറിൽ എന്ത് നടക്കുന്നു, യൂട്രസിൽ എന്ത് നടക്കുന്നു. പ്രീ ഓവുലേറ്ററി ഫേസ് പറയുമ്പോൾ ഓവറിൽ എന്ത് നടക്കുന്നു, യൂട്രസിൽ എന്തെങ്കിലും നടക്കുന്നുണ്ട്. ഓവുലേഷൻ പറയുമ്പോൾ ഇവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത്
നടക്കുന്നു, പോസ്റ്റ് ഓവുലേറ്ററി ഇവിടെ എന്ത് നടക്കുന്നു, ഇവിടെ എന്ത്. സോ ഇങ്ങനെ നമുക്ക് പറഞ്ഞു പോകാം, ഈസിയാണ്. ആൻഡ് ഇതിന്റെ കൂടെ ഏറ്റവും അവസാനം വീണ്ടും ഞാൻ പറയുന്നു, 2 ഹെഡിങ്ങിൽ നമുക്ക് സെർവിക്സിൽ എന്ത് നടക്കുന്നു, വജൈനലിൽ എന്ത് നടക്കുന്നു എന്ന് അവസാനം കൂടി പറയുമ്പോൾ ഓക്കെ, മെൻസ്ട്രൽ സൈക്കിൾ പൂർത്തിയായി. സോ ഞാൻ ഇവിടെ ഒരു പടം വെച്ചിട്ടുണ്ട്. ഇത് അത്ര കോംപ്ലക്സ് പടമൊന്നുമല്ല, സിമ്പിൾ പടമാണ്. പടം വരച്ച വീഡിയോയുടെ ലെങ്ത് കൂട്ടണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വേഗം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ പടം വെച്ചത് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ഇവിടെ താഴത്ത് ഡേയ്സ് 28 ദിവസം 1 2 3 ഉണ്ടോ, ഇങ്ങനെ 28 പിന്നെ വീണ്ടും 1 2 അങ്ങനെ അങ്ങ് തുടങ്ങും. തൊട്ട് മുകളിൽ ഈ ഭാഗം എന്ന് പറയുന്നത് യൂട്ടറസിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള പടം, വാട്ട് ഹാപ്പൻസ് ഇൻ ദ യൂട്ടറസ് ആണ് ഈ പടം. ആൻഡ് മുകളിൽ ഇതേ സമയത്ത് ഓവറിൽ എന്ത് സംഭവിക്കുന്നു, വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഓവറി. സോ ഇതാണ് ഈ പടം, അത്രേ ഉള്ളൂ. സോ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് വളരെ സിമ്പിൾ ആണ്. സോ പരീക്ഷയ്ക്ക് ഇത് വരയ്ക്കേണ്ടി വരും, അതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, നമുക്ക് വരച്ച് പോകാം. നമുക്ക് ആദ്യം മെൻസ്ട്രൽ ഫേസ് പറയാം. മെൻസ്ട്രൽ ഫേസ് ആണ് നമ്മുടെ ആദ്യത്തെ ഫേസ് എന്ന് പറയാം. ഓക്കെ, സോ ഈ ഫേസിനെയാണ് നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നതും ഈ ഫേസ് ആണ്. ഓർ സാധാരണ നമ്മളെപ്പോഴും പറയാം മെൻസസ് എന്നാണ് പറയാം. വേറെയും വാക്കുകളുണ്ടോ എന്ന് വെച്ചാൽ എമ്മെനിയ എന്ന വാക്ക് നമ്മൾ പറയാറുണ്ട്, കാറ്റാമെനിയ എന്ന വാക്ക് നമ്മൾ പറയാറുണ്ട്. സോ ഇതെല്ലാം മെൻസ്ട്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റു പദങ്ങളാണ്. സാധാരണ 5 ദിവസമാണ്. 1 to 5 ദിവസങ്ങളാണ് മെൻസ്ട്രേഷൻ. വേണമെങ്കിൽ 7 ദിവസം വരെ ആകാം, 5 to 7 ദിവസം വരെ ആകാം. മെൻസ്ട്രേഷൻ ഓർ ബ്ലീഡിംഗ് ഉണ്ടാവുന്ന ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം, ബ്ലീഡിംഗ് ഉണ്ടാവുന്ന ആദ്യത്തെ ദിവസമാണ് ഫസ്റ്റ് ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ. സോ ഫസ്റ്റ് ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് ആദ്യം ബ്ലീഡിംഗ് തുടങ്ങുന്ന ദിവസമാണ്. സോ അപ്പൊ നമുക്ക് നോക്കേണ്ടത് എന്ത് സംഭവിക്കുന്നു ഓവറിയിൽ എന്ത് സംഭവിക്കുന്നു യൂട്ടറസിൽ. സോ ആദ്യം നമുക്ക് ഓവറി നോക്കാം. ഓവേറിയൻ ചേഞ്ചസ്. ഓവറീസിൽ കാര്യമായിട്ടുള്ള പുതിയ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല, പ്രത്യേകിച്ച് പുതിയ തരം ഇവന്റുകൾ ഒന്നും സംഭവിക്കുന്നില്ല. സാധാരണ രീതിയിൽ ഇവിടെയുള്ള പ്രൈമോഡിയൽ ഫോളിക്കിൾസ്, ഓക്കെ, അത് പ്രൈമറി ഫോളിക്കിൾ ആകും, അത് സെക്കൻഡറി ഫോളിക്കിൾ ആകും, അത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ പ്രൈമോഡിയൽ ഫോളിക്കിൾസ് പ്രൈമറി ഫോളിക്കിൾസ് ആകുന്ന പരിപാടികളാണ് ഈ ദിവസങ്ങളിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പുതുമയുള്ള പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. ആൻഡ് ദിസ് ഫേസ്, അതിനെ നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്നാണ് വിളിക്കുക. ഓവറിയിൽ അപ്പോ ഈ സമയം ഫോളിക്കുലാർ ഫേസ് ആണ്. സോ ഇൻ ഓവറീസ് ദിസ് പീരീഡ് ഈസ് ഫോളിക്കുലാർ ഫേസ് ആണ്. ആൻഡ് ഫോളിക്കിൾസ് ഡെവലപ്മെന്റ് തുടങ്ങുന്ന സമയമാണ്. ഇതിനു വേണ്ടി ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് FSH എന്ന് പറയുന്ന ഹോർമോൺ, സോ FSH മീൻസ് ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് തന്നെയാണ് പേര്. ഇത് ഫോളിക്കിൾസ് ആണ്, ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് FSH. സോ അതിന്റെ ഇൻഫ്ലുവൻസിലാണ് ഈ പരിപാടികളൊക്കെ ഇവിടെ നടക്കുക. സോ ഈ ഫേസ് അപ്പോൾ ഓവറിൽ വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ ആദ്യം ചെറിയ ഉണ്ടകൾ വരയ്ക്കുക, ഇങ്ങനെ 2 ചെറിയ ഉണ്ടകൾ വരയ്ക്കുക, ഇത് ഇച്ചിരി കൂടി വലുതാക്കി വരയ്ക്കുക. ഡെവലപ്മെന്റ് ആണല്ലോ, ഫോളിക്കിൾ ഡെവലപ്പ്. ഇപ്പൊ സിമ്പിളായി വരയ്ക്കും. പക്ഷേ യൂട്ടറസിൽ ഈ ഫേസ് സംഭവ ബഹുലമാണ്. ഓക്കെ, സോ ദിസ് ദ ഫേസ് ഓഫ് മെൻസ്ട്രൽ ഫ്ലോ. മെൻസ്ട്രൽ ഫ്ലോന്റെ ഫേസ് ആണ് ഇനി പറയുന്നൊക്കെ എഴുതുക. ദിസ് ദ ഫേസ് ഓഫ് മെൻസ്ട്രൽ ഫ്ലോ ഓർ ബ്ലീഡിംഗ് ഫേസ് എന്നും നമ്മൾക്ക് അതിനെ വിളിക്കാം. സോ ദിസ് ദ ഫേസ് ഓഫ് ബ്ലീഡിംഗ് ഫേസ്. ഏകദേശം ഒരു 50 to 50 to 150 ml ബ്ലഡ് ആണ് ഈ 5 to 7 ദിവസം കൊണ്ട് സാധാരണ രീതിയിൽ പോവുക അല്ലെങ്കിൽ നഷ്ടപ്പെടുക. സോ ഈ ബ്ലഡിൽ മ്യൂക്കസ് ഉണ്ട്, ടിഷ്യൂ ഫ്ലൂയിഡ്സ് ഉണ്ട്. യൂട്രസിന്റെ എൻഡോമെട്രിയൽ സർഫസിലെ പ്രധാന വോൺ ഔട്ട് സെല്ലുകളാണ് ഇതൊക്കെ. യൂട്രസിൽ ഇത് സംഭവിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇവിടെ നമ്മൾ പോകേണ്ടി വരും. ഏകദേശം 26 and 27 ഈ ദിവസങ്ങളിൽ, 26, 27 ദിവസങ്ങളിൽ പെട്ടെന്ന് 2 ഹോർമോൺ, ഒന്ന് ടെസ്റ്റ് പ്രൊജസ്ട്രോൺ ആൻഡ് അടുത്തത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും പെട്ടെന്ന് നിൽക്കുകയാണ്. പെട്ടെന്ന് അതിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നത് കൊണ്ടാണ് ഈ സംഭവം ഇവിടെ ഉണ്ടാവും. സോ ദിസ് ഈസ് ഹാപ്പനിങ് ബിക്കോസ് ഓഫ് 26th and 27th ഡേ സഡൻ സ്റ്റോപ്പേജ് ഓഫ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഈസ്ട്രോജൻ ഇല്ല, പ്രൊജസ്ട്രോൺ ഇല്ല. നേരത്തെ പ്രൊലിഫറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ വീണ്ടും പറയും യൂട്രസിന്റെ ഉൾവശത്തുള്ള ലെയർ ആയിട്ടുള്ള എൻഡോമെട്രിയൽ. സോ ദീസ് ഓൾ തിങ്സ് ആർ ഹാപ്പനിങ് ഇൻ ദ എൻഡോമെട്രിയൽ ലെയർ. യൂട്രസിന് 3 ലെയർ ഉണ്ടെന്ന് നമുക്കറിയാം. അതിലുള്ള എൻഡോമെട്രിയൽ ലെയർ, ഏറ്റവും ഉള്ളിലുള്ള എൻഡോമെട്രിയൽ ലെയർ പൊളിഞ്ഞു പോവുകയാണ്. ബിക്കോസ് പെട്ടെന്ന് ഓക്സിജൻ കിട്ടുന്നില്ല, ബ്ലഡ് സപ്ലൈ എല്ലാം നിൽക്കുന്നു. കാരണം ഈസ്ട്രോജനും പ്രൊജസ്ട്രോണുമാണ് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ സെല്ലില്ല, സെല്ല് നശിക്കും. ഇവിടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ ദിവസങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത് നമ്മൾ കണ്ടു. സോ ഇവിടെ ഈ 5 ദിവസമാണ് മെൻസ്ട്രൽ സൈക്കിൾ നടക്കുക. സോ എൻഡോമെട്രിയൽ തിക്നെസ് കുറഞ്ഞു. എൻഡോമെട്രിയത്തിന്റെ തിക്നെസ് കുറഞ്ഞു. എൻഡോമെട്രിയൽ ലെയറിന് 2 ലെയറുകളാണ്. ഓക്കെ, ഒന്ന് സ്ട്രാറ്റം ബേസാലിസ് ആണ്. സ്ട്രാറ്റം ബേസാലിസ്. രണ്ടാമത്തത് ഫംഗ്ഷനാലിസ്. ഇതാണ് ഫംഗ്ഷനാലിസ് ആണ് വോൺ ഔട്ട് ആവുന്നത്. സ്ട്രാറ്റം ബേസാലിസ് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് വരയ്ക്കാൻ സുഖമാണ്. ഇങ്ങനെ കുറച്ച് വരയ്ക്കുക. ഇത് കുറച്ച് ഗ്ലാൻസുകളാണ്. സോ ഇങ്ങനെ വരയ്ക്കുക. താഴത്തേക്കായിരിക്കണം വരയ്ക്കേണ്ടത് എന്ന് മാത്രം. സോ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 5ാം ദിവസം ആകുമ്പോഴത്തേക്ക് ഇത് നിൽക്കണം. ഈ വരച്ചത് 5ാം ദിവസം. സോ ഫസ്റ്റ് 5 days ഇങ്ങനെ താഴത്തേക്ക് വരച്ചു. സോ ബേസാലിസ് ലെയർ ഇവിടെ തന്നെ ഉണ്ട്. സ്ട്രാറ്റം ഫംഗ്ഷനാലിസ് ലെയർ ആണ് പോവുക. അതിന് നമ്മൾ പറയുന്ന വാക്ക് ഷ്രെഡ് ഓഫ് എന്നാണ്. ഷ്രെഡ് ഓഫ് അല്ലെങ്കിൽ സ്ലഫിംഗ് ഓഫ്. സോ ഈ വാക്കുകളൊന്ന് പഠിച്ചു വെച്ചേക്കുക. സോ സ്ലഫിംഗ് ഓഫ് സ്ട്രാറ്റം ഫംഗ്ഷനാലിസ് ലെയർ ഓഫ് ദ എൻഡോമെട്രിയൽ ലെയർ എന്ന് എഴുതി കഴിഞ്ഞാൽ ഓക്കെ. ഇതിന്
ഇതിന് നമുക്ക് വേറൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസ്ക്വാമേഷൻ എന്നും വിളിക്കാം. ഡീസ്ക്വാമേഷൻ. സോ സ്ക്വാമസ് സെൽ ലെയർ ആണ് പോകുന്നത്, അതുകൊണ്ടാണ് ഡീസ്ക്വാമേഷൻ എന്ന് പറയുന്നത്. സോ ഇതാണ് വജൈനയിലൂടെയും സെർവിക്സിലൂടെയും താഴത്തേക്ക് ഈ 5 ദിവസങ്ങളിലായിട്ട് പോകുന്നത്. സോ ഇതാണ് ഫസ്റ്റ് 5 days ഓർ മെൻസ്ട്രൽ ഫേസിൽ സംഭവിക്കും. പിന്നെ അടുത്ത ഫേസ്, സെക്കൻഡ് ഫേസ്, രണ്ടാമത്തെ ഫേസ്. ഇത് 6-ാം ദിവസം മുതൽ 13-ാം ദിവസം വരെയുള്ള ഫേസ്. 6 to 13 days 28 days സൈക്കിൾ ആണ് നമ്മൾ പറയാ. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം. സോ ഇതിനെ നമ്മൾ വിളിക്കുക പ്രീ ഓവുലേറ്ററി ഫേസ് എന്നാണ്. പ്രീ ഓവുലേറ്ററി ഫേസ്. ഓവുലേഷൻ നടക്കുന്നത് 14-ാം ദിവസമാണ്. സോ അതിന് മുമ്പ് വരെയുള്ള ഫേസ് ആണ് നമ്മൾ പ്രീ ഓവുലേറ്ററി ഫേസ് എന്ന് പറയാം. സോ ആദ്യം നമുക്ക് പറയേണ്ടത് വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ ഓവറീസ്. ഓവറീസിൽ എന്ത് നടക്കുന്നു, ഓവറീസിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നടക്കുന്നത്. സോ ഓവറീസിൽ നമ്മൾ സെക്കൻഡറി ഫോളിക്കിൾസ് വരെ കണ്ടായിരുന്നു. സെക്കൻഡറി ഫോളിക്കിൾസ് ഇപ്പോൾ കൂടുതൽ ഈസ്ട്രോജൻ സെക്രീറ്റ് തുടങ്ങി. സോ ഇൻക്രീസ്ഡ് ഈസ്ട്രോജൻ ഇൻ സെക്കൻഡറി ഫോളിക്കിൾ. അതാണ് ഒരു കാര്യം. രണ്ട് വശത്തും ഓവറീസ് ഉണ്ട് നമുക്കറിയാം. ഇതിൽ ഏതെങ്കിലും ഒരു വശത്തുള്ള ഓവർ, അതിലെ ഒരു സെക്കൻഡറി ഫോളിക്കിൾസ് ആയിരിക്കും വലുതാവുക. സോ 1 secondary follicles in either of the 2 ovaries. അതിനെ നമുക്ക് ഡോമിനന്റ് സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിക്കും. സോ ഇത് വലുതാവുന്ന മെച്ചുവർ ആവുന്നതിനെയാണ് നമ്മൾ മെച്ചുവർ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. മെച്ചുവർ ഗ്രാഫിയൻ ഫോളിക്കിൾ. സോ ഇപ്പം സംഭവിക്കും, FSH ആയിരുന്നു ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. FSHന്റെ അളവ് പതിയെ കുറഞ്ഞു വരും. ഇതിൽ നിന്ന് ഈസ്ട്രോജൻ കൂടുതലായിട്ട് സെക്രറ്റ് ചെയ്യുന്നു. സോ ഇൻക്രീസ്ഡ് ഈസ്ട്രോജൻ ആൻഡ് ഡിക്രീസ്ഡ് FSHന്റെ അളവ് പതിയെ കുറഞ്ഞു വരും. സോ മെച്ചുവർ ഗ്രാഫിയൻ ഫോളിക്കിൾ, ഇത് മെച്ചുവർ ഗ്രാഫിയൻ ഫോളിക്കിൾ ആണെങ്കിൽ ഇതിന് ഏകദേശം ഒരു 20 millimeter സൈസ് എങ്കിലും ഉണ്ടായിരിക്കും ഈ സമയത്ത്. ഇവിടെ നമ്മൾ ഈ ഓവറീസിനെ പറ്റി പറഞ്ഞതെല്ലാം അബൌട്ട് ഫോളിക്കിൾസിനെ പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഇതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദി ഫേസ് ഈസ് ഫോളിക്കുലാർ ഫേസ് ഇൻ ഓവറീസ്. സോ ഓവറീസിൽ ഇത് ഫോളിക്കുലാർ ഫേസ് ആണ്. ആദ്യത്തെ 6 to 13 ദിവസം ഫോളിക്കുലാർ ഫേസ് ഇൻ ഓവറീസ് ആൻഡ് മെച്ചുവർ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഈസ് ഡെവലപ്പ്. സോ ഇവിടെ 14, ഇവിടെ ഏകദേശം ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. സോ അപ്പോൾ ഈ 6 to 13 ദിവസം യൂട്രസിൽ എന്തായിരുന്നു സംഭവിച്ചുകൊണ്ടിരുന്നത്? വാട്ട് ഹാപ്പൻസ് ഇൻ യൂട്രൈൻ ചേഞ്ചസ്. ഇവിടെ മാറ്റം നടക്കുന്നത് വീണ്ടും ഇവിടെ തന്നെയാണ്, എൻഡോമെട്രിയലിൽ തന്നെയാണ്. എൻഡോമെട്രിയൽ ലെയറിലുള്ള സ്ട്രാറ്റം ഫങ്ഷനാലിസ് ആണ്. സോ ഇവിടെ എൻഡോമെട്രിയം ഈസ് പ്രൊലിഫറേറ്റിംഗ്. സോ പ്രൊലിഫറേഷൻ ഓഫ് എൻഡോമെട്രിയം. ഏതാണ് എൻഡോമെട്രിയത്തിൽ തന്നെ? സ്ട്രാറ്റം ഫങ്ഷനാലിസ് ലെയർ ആണ്. സോ എൻഡോമെട്രിയൽ പ്രൊലിഫറേഷൻ നഷ്ടപ്പെട്ട സ്ട്രാറ്റം ഫങ്ഷനാലിസ് വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നതാണ് ഈ പ്രോസസ്. സോ ഇത് നടക്കാൻ കാരണം ബിക്കോസ് ഇവിടെ നിന്ന് കൂടുതലായിട്ട് ഈസ്ട്രോജൻ സെക്രീറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് എൻഡോമെട്രിയം ഈസ് റീസ്റ്റോറിംഗ് ബിക്കോസ് ഓഫ് ദിസ് ഈസ്ട്രോജൻ. ആൻഡ് ഇവിടെ കഴിയുമ്പോഴത്തേക്കും 1 to 2 millimeter തിക്നെസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പതിയെ വളർന്ന് ഏകദേശം ഒരു 5 to 10 millimeter തിക്നെസ്സിലായി ഇപ്പോൾ സ്ട്രാറ്റം ഫങ്ഷനാലിസ് ലെയർ. സോ കൂടുതൽ ബ്ലഡ് വെസൽ. സോ ഇത് ബ്ലഡ് വെസൽസ് ആണ്, റെഡ് കളറിലെ ബ്ലഡ് വെസൽസ് ആണ്. നീല കളറിൽ വരച്ചിരിക്കുന്നത് സെക്രീറ്ററി ഗ്ലാൻസ് ആണ്. സോ കൂടുതൽ ബ്ലഡ് വെസൽസും കൂടുതൽ സെക്രീറ്ററി ഗ്ലാൻസ്, ഇവിടെ നമുക്ക് വീണ്ടും വരയ്ക്കാം, സെക്രീറ്ററി ഗ്ലാൻഡ് ഡെവലപ്പ് ചെയ്യുന്നു. ആൻഡ് ഈ 6 to 13 ദിവസം ഫോളിക്കുലാർ ഫേസ് ഇവിടെയാണെങ്കിൽ, ഇവിടെ ബിക്കോസ് ദർ ഈസ് പ്രൊലിഫറേഷൻ, ഇവിടെ നമുക്ക് ഇതിനെ പ്രൊലിഫറേറ്റീവ് ഫേസ് എന്ന് വിളിക്കാം. പ്രൊലിഫറേറ്റീവ് ഫേസ്. സോ ദ പ്രീ ഓവുലേറ്ററി ഫേസ് ഈസ് ഫോളിക്കുലാർ ഫേസ് ഇൻ ഓവറീസ് ആൻഡ് പ്രൊലിഫറേറ്റീവ് ഫേസ് ഇൻ യൂട്ടറസ്. സോ നമ്മൾ ഇനി തേർഡ് ഫേസിലേക്ക് എത്തി. മൂന്നാമത്തെ ഫേസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ ഈസ് നത്തിങ് ബട്ട് ഓവുലേഷൻ ആണ്. ഓവുലേറ്ററി ഫേസ് 14-ാമത്തെ ദിവസം. ദിസ് ഡേ 14. സോ ഓവുലേഷൻ നടക്കുന്ന ദിവസമാണ് 14-ാം ദിവസം. സോ ആ ദിവസം മാത്രം ഒറ്റൊരു ഫേസ് ആയിട്ടാണ് നമ്മൾ കൂട്ടുക. ഇൻ ഓവറീസ് മെച്ചുവർ ഗ്രാഫിയൻ ഫോളിക്കിൾസ് ആണ് 14-ാം ദിവസം. ഇത് റപ്ചർ ചെയ്യുന്നു. സോ റപ്ചർ അല്ലെങ്കിൽ മലയാളത്തിൽ പൊട്ടുക. ദിസ് ഓവറീസ്, അതിനകത്തുള്ള ഇത് പൊട്ടുക. ഓക്കെ, മെച്ചുവർ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടുന്നു. അതിനകത്ത് ഉണ്ടായിരുന്ന സെക്കൻഡറി ഊസൈറ്റ് പെൽവിക് ക്യാവിറ്റിയിലേക്കാണ് പുറത്തേക്ക് വരുന്നത്. പെൽവിക് ക്യാവിറ്റിയിലേക്ക് റിലീസ് ചെയ്യുന്നു. സോ ഇത് നടക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നടക്കാൻ കാരണം ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന്, ഇവിടെ നേരത്തെ FSH ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്, അതിപ്പോ കുറഞ്ഞു. ഇപ്പൊ പുതുതായിട്ട് LH ലൂട്ടനൈസിംഗ് ഹോർമോണിന്റെ ഫംഗ്ഷൻ ആണ്. ഇതിനെ നമ്മൾ മിഡ് സർജ് LH എന്നാണ് വിളിക്കുക. മിഡ് LH സർജ് മീൻസ് ധാരാളമായിട്ട് LH ലൂട്ടനൈസിംഗ് ഹോർമോൺ റിലീസ് ചെയ്യുന്ന. സോ ഇഫ് ദർ ഈസ് ഓൺലി മിഡ് LH സർജ്, LH 14-ാം ദിവസം ഒരുപാട് 13-ാം ദിവസം വൈകിട്ട് ധാരാളമായിട്ട് റിലീസ് ചെയ്താൽ മാത്രമാണ് ഓവുലേഷൻ നടക്കുകയുള്ളൂ. ആൻഡ് ഇതിനൊപ്പം ഒരു പോളാർ ബോഡി എന്ന് പറഞ്ഞ സാധനം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്, ഓർത്ത് നോക്കുക. ആൻഡ് ചിലപ്പോൾ ഇതിനൊപ്പം കുറച്ച് ബ്ലഡ് കൂടി വന്നേക്കാം. പെൽവിക് ക്യാവിറ്റിയിലേക്കാണ് റിലീസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. സോ ബ്ലഡും കൂടി വരുമ്പോഴത്തേക്കും അതിന് ചിലപ്പോൾ ഒരു വേദന ഉണ്ടായിരിക്കും. അതിന് നമ്മൾ മിറ്റിൽമേർഷ് പെയിൻ എന്നാണ് വിളിക്കുക. ഓർത്തിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ടാണ് ചില ആൾക്കാരിൽ ഓവുലേഷൻ സമയത്ത് ഒരു വേദന
വേദന വരിക. ആൻഡ് ഇതോടനുബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി നടക്കുന്നുണ്ട്. ശരീരത്തിന്റെ ബോഡി ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്. ഒരു 0.5 ഡിഗ്രി സെന്റിഗ്രേഡ് ബോഡി ടെമ്പറേച്ചർ ഉയരാറുണ്ട്. അപ്പോൾ ഓവുലേഷൻ നടന്നോ ഇല്ലയോ എന്നറിയാനായിട്ട് ടെമ്പറേച്ചർ ഇങ്ങനെ അടയാളപ്പെടുത്തി ടെമ്പറേച്ചർ ഉയർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഓവുലേഷൻ ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതും നോക്കാറുണ്ട് ക്ലിനിക്. ഒരു 0.5 ഡിഗ്രി മാത്രമാണ്. ആൻഡ് ഈ സമയത്ത് ഇവിടെ പ്രത്യേകിച്ച് ഞാനൊന്നും വരച്ചിട്ടില്ല. യൂട്ടറസിൽ നോ ചേഞ്ച്. കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസവും ഒരു സംഭവവും ഒരു ചേഞ്ചും ഇല്ല. നോ ചേഞ്ച്. ഈസിയാണ്, അത്ര എഴുതണ്ട. ഓക്കെ, സോ സംഭവ ബഹുലം മൊത്തം ഇവിടെയാണ്. ഓവറിയിലായിരുന്നു, അവിടെ ഓവുലേഷൻ നടക്കുന്നു. റപ്ചർ ഓഫ് മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിൾ ആൻഡ് സെക്കൻഡറി oocyte is released because of LH. അപ്പൊ നമ്മൾ നാലാമത്തെ ഫേസിലേക്ക് എത്തി. നാലാമത്തെ ഫേസ് എന്ന് പറയുന്നത് 15 ദിവസം മുതൽ 28 ദിവസം വരെയുള്ള ഫേസിനെയാണ് നമ്മൾ ലാസ്റ്റ് ഫേസ് ഓർ പോസ്റ്റ് ഓവുലേറ്ററി ഫേസ്. കാരണം ഓവുലേഷൻ കഴിഞ്ഞു, 14-ാം ദിവസം ഓവുലേഷൻ കഴിഞ്ഞു, അത് കഴിയുമ്പോൾ പോസ്റ്റ് ആണ്. പോസ്റ്റ് ഓവുലേറ്ററി ഫേസ് എന്നാണ് നമ്മൾ ഈ ഫേസിനെ വിളിക്കുക. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, പച്ച കളറിലായി പോയി കാണാൻ പറ്റുന്നു. പോസ്റ്റ് ഓവുലേറ്ററി ഫേസ്. സോ 15 മുതൽ 28 ദിവസം വരെയാണ് ഈ ഫേസ്. സോ അപ്പൊ നമുക്ക് ആദ്യം വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഓവറീസ്, ഓവറീസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറയാം. സോ ഓവുലേഷൻ കഴിഞ്ഞുകൊണ്ട് ഓവം പുറത്തേക്ക് പോയി അല്ലെ, പുറത്തേക്ക് പോയി. ബാക്കിയുള്ളത് എന്താണ്? ബാക്കി ഉള്ളത് ഇവിടെ ഉള്ള ഗ്രാഫിയൻ ഫോളിക്കിൾസിന്റെ അവശിഷ്ടങ്ങളാണ്. ഇവിടെ ദ റെമനൻസ് ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾസ് ഉണ്ട്. ഇത് ആദ്യം ദിസ് വിൽ ബി ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻടു കോർപ്പസ് ഹെമറേജിക്കം ആയിട്ട് മാറും. കോർപ്പസ് ദാ ഞാൻ ഒരു കളർ എടുത്തു, കോർപ്പസ് ഹെമറേജിക്കം. ബിക്കോസ് അതിനകത്ത് കുറച്ച് ബ്ലഡ് ഉള്ളതുകൊണ്ട് കോർപ്പസ് ഹെമറേജിക്കം ആയിട്ട് മാറും. അതിനുശേഷം അത് കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറും. സോ ഞാൻ വരയ്ക്കാൻ മഞ്ഞ കളറാണ്, മഞ്ഞ യെല്ലോ കളർ. സോ കോർപ്പസ് ലൂട്ടിയം ഓർ ഇതിനെ നമ്മൾ യെല്ലോ ബോഡി എന്നാണ് വിളിക്കുക. യെല്ലോ ബോഡി ഓർ കോർപ്പസ് ലൂട്ടിയം എന്നാണ് സാധാരണ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു പേര്. സോ ഇത് രണ്ടും നടക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് ബിക്കോസ്, ഇത് നടക്കാനായിട്ട് കാരണം ബിക്കോസ് ഓഫ് LH ഹോർമോൺ തന്നെയാണ്. LH ഹോർമോൺ ഈസ് സ്റ്റിൽ ദർ. LHന്റെ സ്വാധീനം മൂലമാണ്. സോ ഈ ഫേസിനെ, ഇത്രയും നടക്കുന്ന ഫേസിനെ നമ്മൾ ലൂട്ടിയൽ ഫേസ് എന്നാണ് വിളിക്കുക. ആദ്യത്തെ ഫേസ് ആണ് ലൂട്ടിയൽ ഫേസ്. സോ ഈ സമയത്ത് ഇത് ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ റിലീസ് ചെയ്ത ആൾ ഗർഭിണി ആയില്ല എന്ന് കരുതും. ഗർഭിണി ആയിട്ടില്ലെങ്കിൽ ഇനി ഈ യെല്ലോ ബോഡി വിൽ ബിക്കം വൈറ്റ് ബോഡി ആയിട്ട് മാറും. ഓക്കെ, വൈറ്റ് ബോഡി. അതിന് നമ്മൾ പറയാ കോർപ്പസ് ആൽബിക്കൻസ് എന്ന്. ഓക്കെ, സോ കോർപ്പസ് യെല്ലോ ബോഡി, കോർപ്പസ് ലൂട്ടിയം വിൽ ടേൺ ഇൻടു കോർപ്പസ് ആൽബിക്കൻസ് ആയിട്ട് മാറും. ദെൻ പിന്നീട് നശിക്കും. അതുകൊണ്ട് ആ ഫേസിനെ നമുക്ക് ലൂട്ടിയോലൈസിസ് എന്ന് പറയാം. സോ ഇൻ ദിസ് ഫേസ് ഇവിടെ ലൂട്ടിയൽ ഫേസ് നടക്കുന്നുണ്ട്, ലൂട്ടിയോലൈസിസ് ഫേസും നടക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നടക്കുക. ദിസ് ഗ്രാഫിയൻ ഫോളിക്കിൾ will be turned into corpus hemorrhagicum, then to corpus luteum and then to corpus albicans. ഇവിടെ ഗർഭിണി ആവുന്നില്ലെങ്കിൽ ആണ് ഇത് നടക്കും. ഗർഭിണി ആവുന്നുണ്ടെങ്കിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും, ഇത് റിമെയിൻ ചെയ്യും. ഈ സമയത്ത് ഇത് റിലീസ് ചെയ്ത ഈ ഓവം ഒരു സ്പേമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ കോർപ്പസ് ലൂട്ടിയം നശിക്കാതെ നിൽക്കും. ഇത് ഇവിടെ തന്നെ നിൽക്കും. ഇത് പിന്നീട് ഒരു 3 to 4 months 3 to 4 മാസം നിലനിൽക്കുകയും കൂടുതൽ പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുകയും ചെയ്യും. സോ ഇത് നടക്കാൻ കാരണം HCG എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അത് ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഉണ്ടാക്കുന്നത് എംബ്രിയോയിൽ നിന്നാണ്. 8-ാം ദിവസം മുതൽ HCG, 8th day മുതൽ HCG ഉണ്ടാകും. സോ HCG will ask the corpus luteum to remain. സോ കോർപ്പസ് ലൂട്ടിയം എന്താണ് ഉണ്ടാക്കുന്നത്? കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുകയാണ്. സോ ഈ സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഈസ്ട്രോജന്റെ എമൗണ്ട് കുറഞ്ഞിട്ട് പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. സോ നോർമൽ സ്ത്രീകളിൽ ഗർഭിണി ആയിട്ടില്ലെങ്കിൽ നോർമൽ മെൻസ്ട്രൽ സൈക്കിളിൽ 15 to 18 ദിവസം ലൂട്ടിയൽ ഫേസും പിന്നീട് ലൂട്ടിയോലൈസിസ് ഫേസുമായിട്ട് നടക്കുക. ബട്ട് ഇൻ പ്രഗ്നന്റ് ആണെങ്കിൽ there is no luteolysis, this will remain and this will increase the production of progesterone. പ്രൊജസ്ട്രോൺ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അല്ലാത്ത ഗർഭിണി അല്ലെങ്കിലും പ്രൊജസ്ട്രോണിന്റെ എമൗണ്ട് ഈ ലെവലിൽ 15 to 18 പ്രൊജസ്ട്രോണിന്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ യൂട്രസിൽ ഈ 15 to 28 ദിവസം 15 to 28 ഡേയ്സ് എന്തായിരിക്കും സംഭവിക്കുക? യൂട്രസിന് അറിയില്ല എവിടെ എന്താ സംഭവിച്ചതെന്ന്. യൂട്രസിന് അറിയണം. അറിഞ്ഞാൽ മാത്രമാണ് അതനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. പക്ഷേ ദേ ആർ എക്വിപ്ഡ് ഫോർ, ഗർഭിണി ആകും എന്ന് കരുതിയാണ് മുന്നോട്ട് പോവുക. അവിടെ സ്ട്രാറ്റം ഫങ്ഷണാലിസ് വീണ്ടും ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദിസ് ഈസ് ഇൻ യൂട്രസ്. സ്ട്രാറ്റം ഫങ്ഷണാലിസ് 1 millimeter നിന്ന് 5 to 10 ആയി ഇവിടെ നിന്ന് വീണ്ടും ഹൈറ്റ് കൂടിക്കൊണ്ടേ മുന്നോട്ട് പോവുക. സോ എൻഡോമെട്രിയൽ പ്രോലിഫറേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എൻഡോമെട്രിയൽ പ്രോലിഫറേഷൻ കണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയാം. ഇതിന് കാരണം കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്നുള്ള പ്രൊജസ്ട്രോൺ. ഞാനിവിടെ പറഞ്ഞു പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ ഉണ്ട്, ഇപ്പൊ പ്രൊജസ്ട്രോൺ കൂടി വന്നിട്ടുണ്ട്. സോ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ദിസ് എൻഡോമെട്രിയൽ ഗ്ലാൻഡ്സ്, ഞാനിവിടെ ചെറുതായിട്ടാണ് വരച്ചത്, ഇവിടെ ഈ ഗ്ലാൻഡ്സ് എല്ലാം വലുതായി. ഓക്കെ, ബ്ലഡ് വെസൽസ് കൂടുതലായി, എല്ലാം കൂടുതലായിട്ടുണ്ടാകും. എൻഡോമെട്രിയം ബിക്കം മോർ ടോർട്ടുവസ് എന്ന വാക്കാണ് എല്ലാ ബുക്കുകളിലും എഴുതിയിരിക്കുന്നത്. ആ വാക്ക് ടോർട്ടുവസ് എന്നാണ്. ഓക്കെ, മോർ ഗ്ലൈക്കോജൻ ലിപ്പിഡ്, കൂടുതലായിട്ട് അവിടെ
ഗ്ലൈക്കോജൻ വരും, ലിപിഡ്സ് വരും, എല്ലാം വർദ്ധിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടി എങ്ങാനും വന്നു കഴിഞ്ഞാൽ അതിന് ഭക്ഷണവും കാര്യങ്ങളും അത്രയും നാൾ സർവൈവ് ചെയ്യാൻ ഉള്ള കാര്യങ്ങളെല്ലാം കരുതാനായിട്ടാണ് ഈ ഗ്ലാൻസുകളും ബ്ലഡ് വെസലും എല്ലാം കൂടുതലായിട്ട് വരും. സോ ഗർഭിണിയാവുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാണ് സംഭവിക്കുക, ഗർഭിണി ആയാലും ഇത് തന്നെ ആയിരിക്കും സംഭവിക്കുക. ഓക്കെ, രണ്ട് കാര്യത്തിലും ഒരേ സംഭവമായിരിക്കും സംഭവിക്കുക. സോ ഇത് യൂട്രസിന്റെ പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. പ്രിപ്പറേറ്ററി സ്റ്റേജ് ഫോർ നിഡേഷൻ. യൂട്രസിനകത്തേക്ക് അല്ലെ ഓവുലേഷൻ കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഇംപ്ലാന്റേഷൻ, നിഡേഷൻ എന്നാണ് അതിന് പറയുക. ഇംപ്ലാന്റേഷൻ വരികയാണെങ്കിൽ അതിന് റെഡി ആയിട്ടിരിക്കും. സോ റെഡി ഫോർ ദ സൈഗോട്ട്. സോ സ്ട്രാറ്റം ഫംഗ്ഷനാലിസ് എത്രയാകുന്നു വെച്ചാൽ ഒരു 12 to 18 ഒക്കെ മില്ലിമീറ്റർ തിക്നെസ് വരെ ആകും, കട്ടി കൂടും. ഓക്കെ, സോ സ്ട്രാറ്റം ഫംഗ്ഷനാലിസ് ഇപ്പോൾ നല്ല കട്ടിയിലാണ്. സോ ഈ ഫേസിനെ നമ്മൾ യൂട്രസിലെ സെക്രീറ്ററി ഫേസ് എന്നാണ് വിളിക്കുക. സോ സെക്രീറ്ററി ഫേസ് ഇൻ യൂട്രസ് എന്നാണ് ഈ ഫേസിനെ നമ്മൾ വിളിക്കുക. 15 to 18 ഈ സെക്രീറ്ററി ഫേസ്. സോ ഈ സമയത്ത് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന ഞാൻ പറഞ്ഞത്, കോർപ്പസ് ലൂട്ടിയം നശിക്കും. കോർപ്പസ് ലൂട്ടിയം കോർപ്പസ് ആൽബിക്കംസ് ആയിട്ട് മാറും. സോ പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും ഇതിൽ നിന്നുണ്ടാകുന്നില്ല, കാരണം ഇത് ആൽബിക്കൻസ് ആയി മാറി, ഇതും ചീത്തായി പോയി. ഓക്കെ, സോ സം അറൌണ്ട് 25 to 27 days സഡൻ സ്റ്റോപ്പേജ് ഓഫ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. ഈസ്ട്രോജനും നിൽക്കുന്നു, പ്രൊജസ്ട്രോണും പെട്ടെന്ന് നിൽക്കും. ലെവൽസ് ഓഫ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ഡിക്രീസ് ഓർ ഫാൾ ഡൗൺ. സോ സഡൻലി എൻഡോമെട്രിയൽ പ്രോലിഫറേഷൻ ഇവിടെ എത്തുമ്പോഴത്തേക്കും നിന്ന് പോകും. ആൻഡ് അപ്പോഴത്തേക്കും ഡേ 1 ആയി, 28 ദിവസം കഴിഞ്ഞു, ഡേ 1 ആയി കഴിഞ്ഞു. ബാക്ക് അഗൈൻ ദ മന്ത് ഓഫ് ഡേ 1. സഡൻ ഹൈപ്പോക്സിക് ഡ്രൈവ്, ഓക്സിജൻ കിട്ടാതെ ആവുന്നു. സഡൻ സ്ലഫിംഗ് ഓഫ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സ്ലഫിംഗ് ഓഫ് ദിസ് സ്ട്രാറ്റം ഫംഗ്ഷനാലിസ് ഓർ ദിസ് എൻഡോമെട്രിയൽ ലെയർ അടന്നു പോകും. ആൻഡ് കോസസ് മെൻസ്ട്രേഷൻ സംഭവിക്കുന്നു. അടുത്ത 5 ദിവസങ്ങളിൽ മെൻസ്ട്രേഷൻ ആയിരിക്കും. സോ ഇതാണ് മെൻസ്ട്രൽ ഫ്ലൂയിഡ് ആയിട്ട് പുറത്തേക്ക് പോകും. സോ ഈ സൈക്കിൾ ഇങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും. സോ ഇതാണ് മെൻസ്ട്രൽ സൈക്കിൾ. സോ യൂട്രസിനകത്ത് നമ്മൾ 2 ഫേസ് കൂടി കണ്ടു. യൂട്രസിനകത്ത് നമ്മൾ കണ്ട ഫേസ് ഏതൊക്കെയായിരുന്നു? ഒന്ന് ആദ്യത്തെ പ്രോലിഫറേറ്റീവ് ഫേസ് ആണ്, പ്രോലിഫറേറ്റീവ് ഫേസ്. രണ്ടാമത്തത് സെക്രീറ്ററി ഫേസ് ആണ്. പ്രോലിഫറേറ്റീവ് ഫേസ് നമ്മൾ കണ്ടത് ഒരു 6 ദിവസം മുതൽ 14 ദിവസം വരെ ആയിരുന്നു. സെക്രീറ്ററി ഫേസ് എന്ന് പറഞ്ഞാൽ 15 ദിവസം മുതൽ 28 ദിവസം വരെ. സോ ഇത് അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് വാട്ട് ഹാപ്പൻഡ് ഇൻ സെർവിക്സ് ദാറ്റ് പീരിയഡ്, വാട്ട് ഹാപ്പൻഡ് ഇൻ വജൈന. സോ ഇൻ പ്രോലിഫറേറ്റീവ് ഫേസിൽ ആദ്യത്തെ ഫേസിൽ എന്താ വേണ്ടത്? സ്പേം അകത്തേക്ക് കയറണം, അതാണ് ഇമ്പോർട്ടന്റ്. സോ മ്യൂക്കസ് മെംബ്രെയിൻ, ഇവിടെയുള്ള മ്യൂക്കസ് മെംബ്രെയിൻ അത് തിന്നാകും. ഓക്കെ, അതാണ് മോർ ആൽക്കലൈൻ ആകുന്നു. ഓക്കെ, ഇവിടെ എത്തുന്ന സ്പേം കൂടുതലായിട്ട് അകത്തേക്ക് കയറണം, അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതെല്ലാം ബിക്കോസ് ഓഫ് ഈസ്ട്രോജൻ മൂലമാണ്. ആദ്യത്തെ നേരെ സമയങ്ങളിൽ ഈസ്ട്രോജൻ ആയിരുന്നു കൂടുതലെന്ന്. ഓക്കെ, സോ സ്പേമിന്റെ സർവൈവലും മോട്ടിലിറ്റിയും എല്ലാം കൂടണം, അതിനു വേണ്ടിയിട്ടാണ് മ്യൂക്കസ് ഒക്കെ തിന്നാവുക. രണ്ടാമത്തെ ഫേസിലോ ഇൻ സെക്രീറ്ററി ഫേസിൽ ഇവിടെ വീണ്ടും ഇനി സ്പേം വരേണ്ട ആവശ്യമില്ല. മ്യൂക്കസ് വിൽ ബിക്കം തിക്ക് ആകും. മ്യൂക്കസ് അടുത്ത സ്പേം പുതിയതായിട്ട് സ്പേം വന്നാലും പണിയാണ്, അപ്പൊ അത് വേണ്ട. സോ മ്യൂക്കസ് വിൽ ബിക്കം തിക്ക് ആകും, അഡ്ഹസീവ് ആകും, കട്ടി കൂടും. സോ ദിസ് ഈസ് ബിക്കോസ് ഓഫ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ മൂലമാണ് ഇത് സംഭവിക്കുക. ഇനി ഇവിടെ എത്തുന്ന സ്പേം കുറച്ച് ബുദ്ധിമുട്ടും, ഫെർട്ടിലൈസേഷനുള്ള ചാൻസ് ഇല്ല, നേരത്തെ എത്തണം, വൈകി പോയിട്ട് കാര്യം. സോ ഇതേപോലുള്ള ചേഞ്ചസ് വിൽ ഹാപ്പൻ ഹിയർ ഓൾസോ. വജൈനയിലും ഏകദേശം ഇതേപോലുള്ള മാറ്റങ്ങളാണ്. ഇൻ പ്രോലിഫറേറ്റീവ് ഫേസിൽ വജൈനയിലെ എപ്പിത്തീലിയൽ സെൽസ് ആർ കോർണിഫൈഡ് എന്നാണ് പ്രത്യേകം പറയാം. കോർണിഫൈഡ് വജൈനൽ സെൽസ് ആകും, അത് ഈസ്ട്രോജൻ മൂലമായിരിക്കും. സെക്രീറ്ററി ഫേസിലോ വജൈന ബിക്കംസ് പ്രോലിഫറേറ്റ് ചെയ്യും, ധാരാളമായിട്ട് സെല്ലുകൾ ഉണ്ടാവും. പ്രോലിഫറേറ്റീവ് ഫേസ് സ്റ്റേജിൽ വരും, ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് പ്രൊജസ്ട്രോൺ. ഇവിടെ ധാരാളം ല്യൂക്കോസൈറ്റ്സ്, WBC. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും ഗർഭിണി ആവുകയാണെങ്കിൽ അവിടെ ഇനി പ്രൊട്ടക്ഷൻ, യൂട്രസിനകത്തേക്ക് ഇൻഫെക്ഷൻ വരരുത്. സോ ഇൻക്രീസ് ടു റെസിസ്റ്റ് ദ ഇൻഫെക്ഷൻ. സോ ഇത്രയാണ് മെൻസ്ട്രൽ സൈക്കിൾ നടക്കുക. ഇനി നമുക്ക് ഹോർമോൺ, അതിന്റെ റെഗുലേഷൻ എങ്ങനെയാണ് എന്ന് കൂടി ഒന്ന് പറയാം. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഹോർമോൺസിന്റെ കാര്യമൊക്കെ ഓൾറെഡി അതിനിടയിൽ തന്നെ ഞാൻ പറഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് ഈ ഒരു പടം മാത്രം വെക്കുക. ഈ പടം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് ഹോർമോണിന്റെ കോൺസെൻട്രേഷൻ ആണ്. ഇത് 1 to 28 ദിവസം വരെയുള്ള. ആദ്യകാലങ്ങളിൽ നമ്മൾ പറഞ്ഞു FSH കൂടുന്നു, FSHന്റെ എമൗണ്ട് കൂടുന്നുണ്ട്. ഓക്കെ, FSH ഇവിടെ വെച്ച് ചെറുതായിട്ട് കൂടുന്നുണ്ട്. സോ അത് പ്രോലിഫറേഷൻ സഹായിക്കുന്നു. ഇതിന്റെ ഫോളിക്കിൾസിന്റെ പ്രോലിഫറേഷന് സഹായിക്കുകയാണ് FSH, ഓവേറിയൻ ഫോളിക്കിൾസിന്റെ പ്രോലിഫറേഷൻ. സോ FSH കൂടും, പിന്നീട് FSH കുറയും. ഓക്കെ, ആ സമയത്ത് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും FSH കൂടി, ഗ്രാഫിൻ ഫോളിക്കിൾസ് വലുതാകുമ്പോഴത്തേക്കും ഈസ്ട്രോജന്റെ എമൗണ്ട് ഭയങ്കരമായിട്ട് കൂടും. ഓക്കെ, പിന്നെ ഒന്ന് കുറയും. ആ സമയത്ത് LH കൂടുക, പിന്നെ വീണ്ടും പഴയ രീതിയിലേക്ക് തുടർന്നു പോകും. സോ ദിസ് ഈസ് ദ ലെവൽ ഓഫ് ഈസ്ട്രോജൻ. പച്ച കളറിലെ ഈസ്ട്രോജൻ ആദ്യം ഒന്ന് കൂടും, പിന്നെ ഒന്ന് കുറഞ്ഞിട്ട് പിന്നെ ഇത്തിരിയും കൂടി ഒന്ന് കൂടി ഇങ്ങനെ അങ്ങ് പോകും. ഈ സമയത്ത് പ്രൊജസ്ട്രോൺ ആദ്യകാലങ്ങളിൽ ഇല്ല. പ്രൊജസ്ട്രോൺ ഉണ്ടാക്കാൻ തുടങ്ങുന്ന എവിടെ വെച്ചിട്ടാണ്? ഓവുലേഷൻ കഴിഞ്ഞിട്ട് കോർപ്പസ് ലൂട്ടിയമാണ് പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുക. ഓക്കെ, സോ ഇവിടെയും ഈസ്ട്രോജനും കോർപ്പസ് ലൂട്ടിയം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇവിടെ വെച്ച് വീണ്ടും ഈസ്ട്രോജൻ ലെവൽ കൂടിയത്. സോ കോർപ്പസ് ലൂട്ടിയം മൂലമാണ് പ്രൊജസ്ട്രോൺ ഉണ്ടാകുക. അത് അങ്ങ് കൂടി ഒരു പ്രത്യേക ലെവലിലേക്ക് എത്തുന്നു. ദെൻ ഗർഭിണിയാണെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങ് തുടരും, ഗർഭിണി അല്ലെങ്കിൽ അത് താഴത്തേക്ക് വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ നമ്മൾ പറഞ്ഞില്ല, അത് ലൂട്ടനൈസിങ് ഹോർമോൺ ആണ്. ലൂട്ടനൈസിങ് ഹോർമോൺ
ഹോർമോൺ ഇവിടെയൊക്കെ കുറവാണ്, എമൗണ്ട് കുറവാണ്. പക്ഷെ 13-ാം ദിവസം കഴിയുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കൂടുതലാണ്. നമ്മളതിന് പറഞ്ഞത് LH സർജ് എന്നാണ് പറഞ്ഞത്. സോ LH സർജ് ഉണ്ടാവുന്നു, പിന്നെ അത് അടുത്തേക്ക് വരും. പിന്നെ ലൂട്ടിയോലൈസിസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഫേസിന് വേണ്ടി മാത്രമായിട്ടും LH കണ്ടിന്യൂ. സോ LHന്റെ ആവശ്യം പിന്നീടില്ല. ഓക്കെ. പിന്നെ HCG ഗർഭിണിയാണെങ്കിൽ പിന്നെ HCG ഉണ്ടാകും. HCG വിൽ ടേക്ക് കെയർ ഓഫ്. സോ ഗർഭിണിയാണെങ്കിൽ പിന്നെ HCGയും പ്രൊജസ്ട്രോണും ആയിരിക്കും കൂടുതലായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കും. സോ ദിസ് ദ ഹോർമോണൽ റെഗുലേഷൻ. ഹോർമോണൽ ലെവൽസുമാണ് റെഗുലേഷനും ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ സംഭവിക്കുകയും ഹോർമോൺസ് എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല. സോ ഈ ഒരു പടം കൂടി വരച്ചു വയ്ക്കുക, പേരും കൂടി എഴുതി വയ്ക്കുക. സോ ദാറ്റ്സ് ഓൾ ഇൻ മെൻസ്ട്രൽ സൈക്കിൾ ആൻഡ് ഇറ്റ് റെഗുലേഷൻ. താങ്ക് യു ഫോർ വാച്ചിങ്.